കെ എം ഷാജിയുടെ മുന്നിൽ വീരാളിപ്പെട്ടല്ല, കെ എം ഷാജി കൊടുത്ത് വീരാളിപ്പെട്ട് പുതച്ചാണ് സതീശൻ നിൽക്കുന്നത്. കേരള സർക്കാർ ഉണ്ടാക്കിയ നിയമത്തിൽ ഒപ്പിടില്ല, ആ നിയമത്തിൽ ഒപ്പിടരുതെന്ന് ഗവർണറോട് വി.ഡി. സതീശൻ പറഞ്ഞു. പറയട്ടെ കുഞ്ഞാലിക്കുട്ടി എന്താ പറഞ്ഞത്? അല്ല, ഗവർണർ ഒപ്പിടണമെന്നാണ് ഞങ്ങളുടെ നിലപാട്. ശ്രീ അനിൽകുമാർ, വെള്ളാപ്പള്ളി നടേശൻ അല്ലെങ്കിൽ SNDP, സുകുമാരൻ നായർ അല്ലെങ്കിൽ NSS, അവരുടെ നേതൃത്വത്തിലുള്ള ഈ ഐക്യം നമ്മൾ മുമ്പും കണ്ടിട്ടുണ്ട്. ഐക്യത്തിനുള്ള ശ്രമം അവർ തെറ്റിയും പിരിഞ്ഞും ഐക്യപ്പെട്ടും ഒക്കെ മുന്നോട്ട് പോയിട്ടുണ്ട്. പക്ഷേ ഇത്തവണ ഐക്യപ്പെടുമ്പോൾ അതിൽ ഒരു UDF വിരുദ്ധത, വിശേഷിച്ചൊരു സതീശൻ വിരുദ്ധത രണ്ടുപേരുടെ വാക്കുകളിലും പ്രകടമാണ്. ഇതിപ്പോ ലാഭമായല്ലോ എന്നൊരു ഫീലിംഗിലാണോ CPM? അല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എപ്പോഴും വികസനം പറയുകയും മതനിരപേക്ഷത പറയുകയും ക്ഷേമ നടപടികളിലൂടെ ജനങ്ങളെ ചേർത്ത് നിർത്തുകയും ചെയ്യുന്നൊരു സർക്കാരാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും മതവിഭാഗങ്ങളുടെ പ്രത്യേകമായൊരു പ്രീണനം എന്ന് പറയുന്നത് LDFന്റെ നയമല്ല. ഇടതുപക്ഷ ജനാധിപത്യം എപ്പോഴും ശ്രദ്ധിക്കുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തോട് ഒരു തരത്തിലുള്ള വിവേചനം ഉണ്ടാവില്ല. ഒരു മതവിഭാഗക്കാരോടോ ഒരു സമുദായ വിഭാഗക്കാരോടോ വിവേചനം ഉണ്ടാവില്ല. 9.5 കൊല്ലക്കാലത്തെ പിണറായി വിജയൻ സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2 പ്രധാനപ്പെട്ട സവിശേഷതകൾ: ഒന്ന്, അർഹമായ എല്ലാവരെയും കേൾക്കുക, ഒന്നാമത്തെ കാര്യം. 2, പരമാവധി നീതി നടപ്പാക്കുക. പരാതികൾ കേൾക്കുക, നീതി നടപ്പാക്കുക. അങ്ങനെ നീതി നടപ്പായി, അർഹപ്പെട്ട നീതി നടപ്പായി എന്ന് ഉറപ്പുവരുത്തുന്ന തരത്തിലാണ് സർക്കാർ എല്ലാ വിഭാഗങ്ങൾക്കുമിടയിൽ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന് ഈ സർക്കാരിനകത്ത് പ്രത്യേക പ്രാധാന്യമില്ല, ഒരാളും മാറ്റി നിർത്തപ്പെടുകയുമില്ല. ഈ നിലയിലാണ് 9.5 കൊല്ലം സർക്കാർ പ്രവർത്തിച്ചത്. UDF ഭരണകാലത്ത് എന്തായിരുന്നു സാഹചര്യമെന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിൻ്റെ വാക്കുകൾ തന്നെ, അന്നത്തെ വാക്കുകൾ നമ്മൾ കേൾക്കാം. എന്തായിരുന്നു UDF ഭരണത്തിൻ്റെ കാലത്ത് 5ാം മന്ത്രി മുതൽ അൺഎയ്ഡഡ് സ്കൂളുകൾ എയ്ഡഡ് ആക്കിയ ലീഗിൻ്റെ തീരുമാനം വരെ? അതിനൊരു അടിസ്ഥാന പ്രശ്നം ഉയർന്നു വന്നു. ബഹുമാനപ്പെട്ട വി.ഡി. സതീശൻ തന്നെ അന്ന് ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ 33 അൺഎയ്ഡഡ് സ്കൂളുകൾ എയ്ഡഡ് ആക്കി മാറ്റിയ മുസ്ലിം ലീഗിൻ്റെ ആർത്തി, ആ ആർത്തിക്ക് പരാതിപ്പെടാൻ കാരണം എന്താണ്? 2011 ഇടതുപക്ഷത്തിന് തുടർഭരണം നിഷേധിക്കാൻ NSSനെയും SNDPയെയും കുത്തിത്തിരിപ്പുണ്ടാക്കി തമ്മിലടിപ്പിച്ചത് മുസ്ലിം ലീഗാണ്. അതിൻ്റെ ഭാഗമായി SNDPയെ ചേർത്ത ഒരു മുന്നണി ഉണ്ടാക്കി. ആ മുന്നണി ഉണ്ടാക്കി അധികാരം കിട്ടിക്കഴിഞ്ഞപ്പോൾ ആ സമൂഹത്തോടും സമുദായത്തോടും എങ്ങനെ നീതിരഹിതമായി പെരുമാറി, ഇതാണ് പരാതിയായിട്ട് ഉയർന്നു വന്നത്. ഇത് വെള്ളാപ്പള്ളിയുടെ പരാതിയാണ്, സുകുമാരൻ നായരുടെ പരാതിയല്ല. ലീഗാണ് കുത്തിത്തിരിപ്പുണ്ടാക്കിയെന്ന അഭിപ്രായം സുകുമാരൻ നായർക്കില്ല, വെള്ളാപ്പള്ളിക്കേ ഉള്ളൂ. അപ്പോൾ CPM ഏത് അഭിപ്രായത്തിന്റെ ഒപ്പമാണ്? അതെ, ഞങ്ങളിപ്പോൾ അവരെന്താണോ പറയണത് അത് അവരുടെ അഭിപ്രായം. ആരെങ്കിലും ഒരാൾ അഭിപ്രായം പറഞ്ഞാലുടനെ ഞങ്ങളുടെ സംസ്ഥാന കമ്മിറ്റി കൂടി ഒരു പ്രമേയം പാസ്സാക്കേണ്ട കാര്യമില്ല. വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ നമ്മുടെ നാട്ടിൽ വരും. ഞങ്ങൾ ഉറപ്പുവരുത്തിയൊരു കാര്യം എന്താണ്? ഒരു മതവിഭാഗവും തമ്മിലും ജാതി വിഭാഗം തമ്മിലും ഏറ്റുമുട്ടാൻ പാടില്ല, വർഗീയ ലഹള പാടില്ല. ഇപ്പോൾ നമ്മൾ ആലപ്പുഴയിൽ കണ്ടു, അല്ലെങ്കിൽ നമ്മുടെ പാലക്കാട്ടെ മൂത്താന്തറയിൽ കയറി കൊലപാതകം നടത്തുന്നത് കണ്ടു. ആലപ്പുഴയിൽ സമയം നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും SDPയെയും RSSും വെട്ടിക്കൊല്ലുന്നത് കണ്ടു. സർക്കാർ എടുത്ത സമീപനം എന്താണ്? അത് അവിടെ അവസാനിപ്പിക്കണം. കർശനമായ നിലപാട് സ്വീകരിച്ചു. മാറാട് പോലെ, തലശ്ശേരി വർഗീയകലാപം പോലെ, ഗുജറാത്ത് വംശഹത്യ പോലെ, ഇല്ലെങ്കിൽ പാളയത്തുണ്ടായ പഴയ ചാലക്കമ്പോളം കത്തിയതുപോലെ ഈ കേരളത്തിൽ 9.5 കൊല്ലക്കാലം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഒരു വർഗീയ കലാപം ഉണ്ടായില്ല. അതുകൊണ്ട് ആരെങ്കിലും സ്വീകാര്യമല്ലാത്ത പ്രസ്താവനകൾ പറഞ്ഞാൽ സ്വീകാര്യമല്ല എന്ന് പറഞ്ഞു പോവുക. 2, വർഗീയത്തോടെ പറഞ്ഞാൽ, അതെ, ആരെങ്കിലും ഒരു പ്രസ്താവന നടത്തിയ ഉടനെ പ്രതികരിക്കാനുള്ള മുഴുവൻ ബാധ്യത CPMനില്ല, മനസ്സിലാക്കണം. ബാധ്യതപ്പെട്ട ഒരു CPM നേതൃത്വത്തെ നമ്മൾ കണ്ടിരുന്നു 10 കൊല്ലം മുമ്പ്. 9.5 കൊല്ലമായി മുസ്ലിം സമുദായ, ഞാനൊന്ന് പറയട്ടെ സാർ, റാഷിദ് ആവേശം കൂടുന്നുണ്ടാ. 9.5 കൊല്ലമായി മുസ്ലിം സമുദായത്തിന് നഷ്ടപ്പെട്ടതെന്തോ ആ നഷ്ടപ്പെട്ടത് നേടി സമുദായത്തിന് പിടിച്ചു കൊടുക്കാനല്ലെങ്കിൽ എന്തിനാണ് നിങ്ങൾ മത്സരിക്കുന്നതെന്ന് മുസ്ലിം ലീഗിന്റെ നേതാവ് ചോദിക്കുന്നു. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? KM ഷാജിയുടെ പ്രസ്താവന തെറ്റാണ്, KM ഷാജിയുടെ പ്രസ്താവന മതനിരപേക്ഷ കേരളത്തിന് തെറ്റാണ്, അത് മതനിരപേക്ഷത അല്ലെങ്കിൽ മതേതരത്വം അല്ലെങ്കിൽ വീരാളിപ്പെട്ട് പുതിച്ച് കിടക്കും. KM ഷാജിയുടെ മുന്നിൽ വീരാളിപ്പെട്ടല്ല, KM ഷാജി കൊടുത്ത് വീരാളിപ്പെട്ട് പുതച്ചാണ് സതീശൻ നിൽക്കുന്നത്. 2, ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രീയം ഉപേക്ഷിച്ചു. ജമാഅത്തെ ഇസ്ലാം പറഞ്ഞു വർഗീയ പ്രസ്താവനയാണോ? അല്ലയോ? വർഗീയ പ്രസ്താവന അല്ലേ? ഈ പ്രസ്താവനയോട് UDFന്റെ സമീപനം എന്തായിരുന്നു? നമ്മളൊരു 10 കൊല്ലക്കാലത്തെ കഥയെടുത്താൽ ആ ഓരോ ഘട്ടത്തിലും
എങ്ങനെയാണ് അർഷിൻ്റെ തണൽ എന്താണ്? മുസ്ലിം വോട്ട് ചെയ്താൽ സ്വർഗരാജ്യത്തിടം, ഇല്ല ദൈവം കണക്ക് ചോദിക്കും തുടങ്ങി എന്തെല്ലാം കാര്യങ്ങൾ മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമി ഇവിടെ പ്രചരിപ്പിച്ചു. ഞാൻ ഒരു കാര്യം ചോദിച്ചു, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇഹലോകത്തും പരലോകത്തും ഗുണമുള്ള സ്ഥാനാർത്ഥിയാണ് LDF-ന്റെ സ്ഥാനാർത്ഥി, നിങ്ങൾ വോട്ട് ചെയ്യുമെന്ന് KT ജലീൽ പ്രസംഗിച്ചിട്ടില്ലേ? CPM തള്ളി പറഞ്ഞോ? ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, ഒരു കാര്യം കേൾക്കൂ. കുന്തിരിക്കാൻ കരുതിക്കൂ. അല്ല, ഞാൻ ചോദിച്ച ചോദ്യം കേട്ടോ. അവലും മലരും കരുതിക്കൂ. ഒരു കുട്ടിയെ തോളത്തിരുത്തി സെലക്റ്റീവ് ആകാതെ നമുക്ക് മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കാൻ പറ്റണോ? ഞാൻ അങ്ങ് പറയുന്നത് കേട്ടോ, ഞാൻ പറഞ്ഞു കഴിയട്ടെ. ഓക്കെ, പറഞ്ഞോളൂ. ഞാൻ അത് തന്നെ പറയാം, അതിനെക്കുറിച്ച് പറയാം. അങ്ങ് പറഞ്ഞു ഞാൻ പറയാം. ആലപ്പുഴയിൽ നമ്മൾ കേട്ട മുദ്രാവാക്യം കുന്തിരിക്കാൻ കരുതിക്കൂ, അവലും മലരും കരുതിക്കൂ, നിങ്ങളുടെ കാലന്മാർ വരുന്നുണ്ട്. ആരാണ് കാലന്മാർ? ആരാണ് പേടിക്കേണ്ടത്? ഇത് പറഞ്ഞ വിഭാഗത്തെ പിണറായി വിജയന്റെ പോലീസ് എടുത്ത് ജയിലിലടച്ചപ്പോൾ ക്ലിഫ് ഹൗസിന് മുന്നിലേക്ക് മാർച്ച് കടത്തിക്കൊണ്ട് പറഞ്ഞു ഇത് സംഘി വിജയനാണ്. ഞങ്ങളുടെ മതനിരപേക്ഷ നിലപാട് എന്താണെന്നറിയാവോ? കോൺഗ്രസ്സുകാർ ഇന്ത്യ ഭരിച്ചാലും BJP ഭരിക്കരുത്. 2004 കോൺഗ്രസ്സുകാർ ഇന്ത്യ ഭരിച്ചാലും ആന്റണി മന്ത്രിയായാലും BJP ഇന്ത്യ ഭരിക്കരുത്, ഞങ്ങളുടെ നിലപാട്. ബാബറി മസ്ജിദ് പൊളിക്കാൻ അനുവദിക്കരുത്, ഞങ്ങളുടെ നിലപാട്. ഇന്ത്യയിൽ BJP ശക്തിപ്പെടരുത്, RS ശക്തിപ്പെടരുത്, ഞങ്ങളുടെ നിലപാട്. RSSുമായി കൂട്ടുകെട്ടില്ല, ഞങ്ങളുടെ നിലപാട്. മുസ്ലിം ലീഗുമായി ഇടതുപക്ഷം കൂട്ടുകൂടിയാൽ ശക്തിപ്പെടുന്നത് മറ്റൊരു വർഗീയതയാണ് എന്നതുകൊണ്ട് ഒരു വർഗീയതയുമായി കൂട്ടില്ല, തെരഞ്ഞെടുപ്പ് സഖ്യമില്ല. ഇതാണ് ഞങ്ങളുടെ നിലപാട്. ഇത് എത്ര നിലപാടാണ്? ഏതൊക്കെ സമയങ്ങളിൽ ഈ നിലപാട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറും. ഈ ഒരു സമീപകാലത്തെ ചരിത്രം പോലും നമ്മൾ മറന്നു പോകുന്നു. ശ്രീ അനിൽകുമാർ, മുസ്ലിം ലീഗിനോട് പ്രണയാർദ്രമായ തരത്തിലുള്ള ഭാഷയിലൂടെയും ശരീരഭാഷയിലൂടെയും പ്രതികരണങ്ങളുടെ എത്ര CPM നേതാക്കൾ പ്രതികരിച്ചു പോയി. സമുദായ പാർട്ടിയാണ് മുസ്ലിം ലീഗ്, അതിനെ ഒരു വർഗീയ മാനത്തോടു കൂടി കാണാൻ കഴിയില്ല എന്ന് പ്രതികരിച്ച CPM-ന്റെ എത്ര ഉന്നതരായ നേതാക്കൾ ഈ സമീപകാലങ്ങളിലുണ്ട്? നമ്മൾ എങ്ങനെയാണ് ഇതൊക്കെ മറന്നു പോകുന്നത് ശ്രീ അനിൽകുമാർ? ഈ മറവി വളരെ പ്രധാനപ്പെട്ട ഒരു അപകടകരമായ ഒരു വൈറസ് ആയി എങ്ങനെയാണ് നമ്മുടെ രാഷ്ട്രീയത്തിൽ പടരുന്നത്? അതിന് CPM എന്തിനാണ് അതിന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്? ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കൂ, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് ഒരു ഘട്ടത്തിലും ഞങ്ങൾ അവരെ ഏറ്റവും നല്ല നിലയ്ക്കുള്ള ഒരു പ്രസ്ഥാനമാണ് എന്ന് ചൂണ്ടിക്കാട്ടിയിട്ടില്ല. എന്നാൽ മുസ്ലിം ലീഗ് കോൺഗ്രസിൽ നിന്ന് വ്യത്യസ്തമായ ചില നിലപാട് സ്വീകരിച്ചു. ആ നിലപാടിനെക്കുറിച്ച് ഞങ്ങൾ പറഞ്ഞ രാഷ്ട്രീയ നിലപാടല്ല, മുന്നണിയല്ല. എന്താ ഒരു നിലപാട്? ജനകീയ ആസൂത്രണത്തോട് മുസ്ലിം ലീഗ് സഹകരിച്ചു. ഞങ്ങൾ എന്ത് വേണം? അത് നല്ലതാണെന്ന് പറഞ്ഞു. സാക്ഷരതാ പ്രസ്ഥാനത്തോട് മുസ്ലിം ലീഗ് അന്ന് സഹകരിച്ചു, അത് നല്ലതാണെന്ന് പറഞ്ഞു. പ്രതിപക്ഷവുമായുള്ള സഹകരണത്തിൻ്റെ കാര്യത്തിൽ ഭരണപക്ഷ പ്രതിപക്ഷ സഹകരണത്തിൽ ഞങ്ങളുടെ നിലപാട് വ്യത്യസ്തമാണ്. ഉദാഹരണമായി സർവകലാശാലകളുടെ കാര്യത്തിൽ കേരള സർക്കാർ ഉണ്ടാക്കിയ നിയമത്തിൽ ഒപ്പിടില്ല, ആ നിയമത്തിൽ ഒപ്പിടരുതെന്ന് ഗവർണറോട് VD സതീശൻ പറഞ്ഞു. പറയട്ടെ കുഞ്ഞാലിക്കുട്ടി എന്താ പറഞ്ഞത്? അല്ല, ഗവർണർ ഒപ്പിടണമെന്നാണ് ഞങ്ങളുടെ നിലപാട്. നിലപാടുകൾ ലീഗ് സ്വീകരിച്ചപ്പോൾ അത് നല്ലതാണെന്ന് ഞങ്ങൾ പറഞ്ഞാൽ മനസ്സുണ്ടായിരുന്നില്ല. അന്ന് ലീഗ് സർക്കാർ എടുക്കുന്ന പല നിലപാടുകളെയും സപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പൊ ലീഗ് നമുക്ക് ആഹാ, ഇപ്പോഴേതായാലും ലീഗ് നമുക്ക് ഓഹോ, ഇത്തരത്തിലുള്ള ഒരു നിലപാടാണോ എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. ചോദ്യമാണ്, അത് വിശദീകരിച്ചോളൂ. പക്ഷെ ഒരൊറ്റ ക്ലാരിറ്റി വരുത്തട്ടെ. അതായത് ഇപ്പോ ബാബരി മസ്ജിദിന്റെ കാര്യം പറഞ്ഞു, അങ്ങനെ ഒട്ടേറെ വിഷയങ്ങളിൽ CPM എടുത്ത അസന്നിഗ്ധമായ സംശയത്തിനൊട്ടും ഇടയില്ലാത്ത മതനിരപേക്ഷ നിലപാടിനെ കുറിച്ച് താങ്കൾ ഇവിടെ വിശദീകരിച്ചു. ഞാൻ ചോദിക്കുകയാണ്, വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ ഞങ്ങൾക്ക് യോജിപ്പില്ലാത്തതിനെ ഞങ്ങൾ യോജിക്കില്ല എന്ന് പറഞ്ഞു. ഇതുവരെ ഈ ഒരു സമയം വരെ ഞാൻ ആരിൽ നിന്നും കേട്ടില്ല. താങ്കൾ ഇവിടെ പറയുകയാണെങ്കിൽ എനിക്ക് അതിനകത്തൊരു ക്ലാരിറ്റി വരും. ഈ നായാടി മുതൽ നസ്രാണി വരെ മതി, അതിൽ മുസ്ലിം വേണ്ട എന്ന വെള്ളാപ്പള്ളി നടേശൻ ഇക്കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രസ്താവനയിൽ നിങ്ങളുടെ നിലപാട് എന്താണ്? ഒരു മിനിറ്റ് കൂടെ. മുസ്ലിം വേണ്ടേ? ഒറ്റ കാര്യം മനസ്സിലാക്കൂ. നിങ്ങൾ ആദ്യം തന്നെ പറയട്ടെ, മുസ്ലിം വേണ്ടേ എന്നൊരു ചോദ്യം എന്നോടല്ല ചോദിക്കേണ്ടത്. കാരണം CPM-ന്റെ ആളല്ല അത് പറഞ്ഞത്. CPM-ന്റെ നിലപാട് ഞാൻ പറയാം. കഴിഞ്ഞ നിയമസഭ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഉൾപ്പെടുന്ന ഇടതുപക്ഷ മുന്നണിക്ക് അപ്രതീക്ഷിത തിരിച്ചടിയുണ്ടായി. പക്ഷേ ഞങ്ങളുടെ വോട്ട് നില നോക്കിയാലേ ഞങ്ങളങ്ങനെ പുറകിലല്ല. മലപ്പുറത്ത് 9,60,000 വോട്ട് ഞങ്ങൾക്ക് കിട്ടി. അതിനർത്ഥം എന്താണ്? മതന്യൂനപക്ഷങ്ങൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇടതുപക്ഷത്തിന് വോട്ട് കിട്ടും ജില്ല മലപ്പുറമാണ്. കണ്ണൂരിനേക്കാൾ അല്ലെങ്കിൽ കൊല്ലത്തേക്കാൾ ഏറ്റവും കൂടുതൽ ഇടതുപക്ഷത്തിന് വോട്ട് കിട്ടുന്ന ജില്ല ഏതാണ്? പ്രസ്താവനയോടും അതെ, CPM-ന്റെ നിലപാട് തന്നെ കൃത്യമായിട്ട് പറയുന്നു. നമ്മുടെ രാജ്യത്ത് ആസുരമായ വർഗീയ കടന്നാക്രമണം നടക്കുകയാണ്.
അതിൻ്റെ ഭാഗമായ സംഘർഷങ്ങൾ നടക്കുകയാണ്, ആളുകൾ കൊല്ലപ്പെടുകയാണ്. അത്തരമൊരു സാഹചര്യത്തിൽ അത്തരമൊരു സംഭവങ്ങളും ഉണ്ടാകാതിരിക്കത്തക്ക വിധം എല്ലാ വർഗീയതയിൽ നിന്നും എല്ലാവരും പിൻവാങ്ങണം. അത് ഏകപക്ഷീയമല്ല. ഇങ്ങനെ പരത്തി പറയുന്നതിന് പകരം വെള്ളാപ്പള്ളി പറഞ്ഞത് ശരിയായില്ല എന്ന് സ്ട്രൈറ്റ് ആയി പറയാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? അതൊരു ദൗർബല്യമല്ലേ? വളരെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ പറയുകയാണ്. ഉദാഹരണമായിട്ട് മുസ്ലിം ലീഗിൻ്റെ ഒരു വനിതാ നേതാവ് പറയുകയാണ്, ഈ പള്ളി തകർക്കുന്നേ, എല്ലാവരും ഓടിവായോ. അത് നിങ്ങൾ കേൾക്കൂല. നിങ്ങൾ ഏകപക്ഷീയമായിട്ടാണ് കേൾക്കുന്നത്. അല്ലല്ല, പറയട്ടെ, നിങ്ങൾ ഏകപക്ഷീയമായിട്ടാണ് കേൾക്കണത്. ഒരു പക്ഷം മാത്രമല്ല ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാവരും വർഗീയ, അതെ നിങ്ങളുടെ കേൾവിയാണ്. നിങ്ങളത് കേട്ടോ. CPM-ന്റെ നിലപാട് ക്രിസ്റ്റൽ ക്ലിയർ ആണ്. ഇതൊക്കെ നാട്ടിലുള്ള കേൾക്കുന്നവരുടെ പ്രശ്നമാണ്. അതെ, പള്ളി തകർക്കുന്നു എന്ന് പറയുന്ന വനിതാ ലീഗ് നേതാവ്, മതമാണ് പ്രശ്നം എന്ന് പറയുന്ന KM ഷാജി, അതൊക്കെ ഇരിക്കുമ്പോൾ നിങ്ങൾ CPM-കാരോട് ഇങ്ങനെ ചോദിക്കരുത്. CPM പറയുന്നതൊക്കെ ക്ലിയർ ആണ്, കേൾക്കുന്നവരുടെയാണ് പ്രശ്നം എന്നുള്ളതാണ് അനിൽകുമാർ ഇതുവരെ സംസാരിച്ചതിന്റെ 10 മിനിറ്റ് സംസാരിച്ചതിന്റെ ഒരു രത്ന ചുരുക്കം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്.